ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതിൽ വിമർശനവുമായി ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. ഹൈക്കോടതി പറഞ്ഞത് പ്രകാരമാണ് SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. എന്നിട്ടും വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കട്ടെ എന്നും മന്ത്രി 24 പറഞ്ഞു. തന്ത്രിയുമായി BJP നേതാവ് നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി, അതും ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് ആ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും SIT കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൊരു വിധിന്യായം പ്രധാനമായും ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോൾ കേസിൻ്റെ മെറിറ്റിലേക്ക് ഒരു കോടതിയും കടക്കേണ്ടതില്ല. ആ സുപ്രീം കോടതി വിധിക്ക് അപ്പുറത്താണ് യഥാർത്ഥത്തിൽ ഈ വിജിലൻസ് കോടതി അങ്ങനെ കയറി കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഹൈക്കോടതി പരിശോധിക്കട്ടെ. അതിനിടയ്ക്ക് വേറെ ചില സംഭവങ്ങളൊക്കെ നടന്നല്ലോ. BJPയുടെ നേതാവ് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. അതിൻ്റെ പിന്നിലെ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരും. തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ആരോപിച്ച് കോൺഗ്രസും BJPയും പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയാണ് മന്ത്രി V.N. വാസവന്റെ പ്രതികരണം വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഷെഫീദ്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തന്ത്രിയെ SIT അറസ്റ്റ് ചെയ്ത് എന്നൊരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എത്രമാത്രം വാസ്തവം ഈ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കിയത്. മാത്രവുമല്ല, തന്ത്രിയുടെ അറസ്റ്റിനെ CPM വിമർശിച്ചതടക്കം വലിയ തരത്തിൽ പ്രശ്നമായിരുന്നു. 40 ദിവസം തന്ത്രിയെ ജയിലിലിട്ടുന്നടക്കമുള്ള ക്യാമ്പയിൻ നിയമസഭയുടെ സഭാതലം തന്നെ കണ്ടതാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിനിടെയാണ് ഇക്കാര്യത്തിൽ വളരെ വിശദമായിട്ടുള്ള വിശദീകരണവുമായി ദേവസ്വം മന്ത്രി V.N. വാസവൻ രംഗത്തെത്തിയത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ SIT കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കണ്ട് മനസ്സിലാക്കിയാണ് ഹൈക്കോടതി ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതനുസരിച്ചാണ് അറസ്റ്റ് നടന്നിട്ടുള്ളത്. കീഴ്ക്കോടതിയായ കൊല്ലം വിജിലൻസ് കോടതിക്ക് ഇതിൽ അഭിപ്രായം പറയാനാകില്ല എന്ന സുപ്രീം കോടതി വിധിന്യായമുണ്ട്. ജാമ്യാപേക്ഷ വരുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് ഒരു കോടതിയും കടക്കേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സുപ്രീം കോടതി വിധിക്ക് അപ്പുറത്താണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രതി ആരാണെന്നോ അല്ലെന്നോ തീർപ്പ് കൽപ്പിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അതേപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു ഒരു പരാമർശം രാഷ്ട്രീയ വിവാദമായിരുന്നു. അത് കള്ളന്മാരുടെ പട്ടികയിലാണ് തന്ത്രി എന്നുള്ളതായിരുന്നു ആ പരാമർശം. അക്കാര്യത്തിലും V.N. വാസവൻ മറുപടി നൽകി. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത ഇത്ര ദിവസം ജയിലിൽ കിടന്ന പശ്ചാത്തലത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്നും അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നും അതിനിടയ്ക്ക് മറ്റു ചില സംഭവങ്ങൾ നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. BJP നേതാവ് തന്ത്രിയെ പോയി കണ്ട് സംസാരിച്ചു. പിന്നിൽ ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവരും. കുറെ യാഥാർത്ഥ്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ടെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കള്ളന്മാരെ പിടിച്ച് ജയിലിലിടാനും സ്വർണ്ണമയ്യപ്പന് കൊടുക്കാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യവും മന്ത്രി V.N. വാസവൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ ദേവസ്വം അദ്ദേഹം പറഞ്ഞ കാര്യം ഈ തന്ത്രിയും അതേപോലെ BJP നേതാക്കളും തമ്മിലുള്ള അന്തർധാര ഉണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തന്ത്രിയുടെ അളിയൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറി, BJPയുടെ പല പരിപാടികളിലും തന്ത്രി പങ്കെടുക്കാനുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം BJP നേതാവായ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിലാണ് പാളി സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. മാത്രമല്ല 2004 KC വേണുഗോപാൽ മന്ത്രിയായിരിക്കുമ്പോഴാണ് പോറ്റി ശബരിമലയിൽ വന്നത്. തന്ത്രി അറിയാതെ പോറ്റിക്ക് ശബരിമലയിൽ കീഴ്ശാന്തിയായി ഈ പണിയെല്ലാം നടത്താൻ സാധിക്കുമോ എന്നുള്ള വിമർശനം കൂടി ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി V.N. വാസവൻ ഉന്നയിക്കുന്നുണ്ട്. താങ്ക് യു ഷെഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.